ഓൾ കേരള ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഞാൻ. എൻ്റെ പേര് AK ഷാനവാസ്. ഇത് താജുദ്ദീൻ കോൺട്രാക്ടർ തിരുവനന്തപുരം ജില്ലയുടെ പ്രസിഡൻ്റാണ്. ഇത് പത്മകുമാർ തിരുവനന്തപുരം ജില്ലയുടെ ട്രഷററാണ്. ജോയിൻറ്റ് സെക്രട്ടറിയാണ് ശ്രീ മണികണ്ഠൻ തിരുവനന്തപുരം ജില്ല. ഞങ്ങൾ ഇന്നിവിടെ വന്നത്, ഞങ്ങൾ ഈ വരുന്ന 27-ാം തീയതി തിങ്കളാഴ്ച ഓൾ കേരള ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുകയാണ്. അപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് ഒരു പുതിയ ഗവൺമെൻറ് വന്ന ഉടനെ എന്തുകൊണ്ടാണ് എന്ന് ചിലപ്പോൾ ഒരു ചോദ്യം വരാം. പക്ഷേ അത് വേണ്ടി വരുന്നു എന്നുള്ളത്, അതിൻ്റെ വിശദീകരണം തരാനാണ് നമ്മൾ ഇന്നിവിടെ വന്നത്. ലേബർ കോൺട്രാക്ടേഴ്സ് സൊസൈറ്റി എന്നുള്ള വിവരം നിങ്ങൾക്കെല്ലാം അറിയാം. ഊരാളുങ്കൽ സൊസൈറ്റി പോലുള്ള നിരവധി സൊസൈറ്റികൾ ഇന്ന് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ദുഷ്കരമാണ് എങ്കിൽ പോലും അതിനെ കൊള്ളയടിക്കുന്ന ഒരു സംവിധാനമാണ് ഈ സൊസൈറ്റികളിലൂടെ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെക്കുറിച്ച് പറയുമ്പോൾ ഊരാളുങ്കൽ സൊസൈറ്റി അതിൽ പെടുന്നൊരു വിഭാഗമാണ്. ഇന്ന് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം അധികാരത്തിലിരുന്ന ഗവൺമെൻറ് ഊരാളുങ്കൽ സൊസൈറ്റിയെ വളർത്തി ഒരു പന പോലെയാക്കിയിരിക്കുകയാണ്. ഏത് വർക്ക് വന്നാലും, എത്ര വമ്പൻ വർക്ക് വന്നാലും അത് ഗവൺമെൻറ് തലത്തിൽ തന്നെ ഒരു തീരുമാനമെടുത്ത് ഊരാളുങ്കലിനെ ഏൽപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ഇന്ന് കാണുന്ന അമ്പരചുംബികളായ മന്ദിരങ്ങളും പാലങ്ങളും അതുപോലെ എല്ലാ മന്ദിരങ്ങളുമൊക്കെ കേരളത്തിലെ കരാറുകാർ ചെയ്തതാണ്. ഇന്ന് യാതൊരുവിധ കോട്ടവുമില്ലാതെ ആ മന്ദിരങ്ങളെല്ലാം, പാലങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ചില കമ്പനികളും അതോടൊപ്പം ഊരാളുങ്കൽ സൊസൈറ്റിയുമാണ് ഇന്ന് കേരളത്തിൻ്റെ നിർമ്മാണ മേഖല കൈയടക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ഗവൺമെൻറ്റിന് ഒരാഗ്രഹമുണ്ടായിരുന്നു, ഊരാളുങ്കൽ സൊസൈറ്റി മാത്രം മതി, മറ്റ് കരാർ മേഖല തന്നെ വേണ്ട, അവരെക്കാൾ പ്രധാനം ഊരാളുങ്കലിന് നൽകിക്കൊണ്ടാണ് അവർ ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷെ പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടു, ഊരാളുങ്കൽ സൊസൈറ്റിയെ പോലുള്ള സൊസൈറ്റികളെ നിയന്ത്രിക്കണം, അതുപോലെ ചെറുകിട സൊസൈറ്റികളെ നിയന്ത്രിക്കണം. ഈ സൊസൈറ്റികളെ നിയന്ത്രിക്കണമെന്ന് ഞങ്ങൾ പറയുന്നത്, ഒരു A ക്ലാസ് ഗവൺമെൻറ് കരാറുകാരൻ 6 ലക്ഷം രൂപ ഈ ലൈസൻസ് ഉള്ളിടത്തോളം കാലം അവിടെ കെട്ടിവെക്കുകയാണ്. അത് ഈ ലൈസൻസ് എന്ന് നമ്മുടെ കാലാവധി കഴിയുന്നു അപ്പോൾ മാത്രമേ നമുക്ക് നിരവധി കടമകളിലൂടെ തിരിച്ചു പിടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ സൊസൈറ്റികൾക്കാണെങ്കിൽ 1 രൂപയും കെട്ടിവെക്കേണ്ട, സൊസൈറ്റിയുടെ ലേബലിൽ അവർ വർക്ക് എടുക്കാം. ഒരു കരാറുകാരൻ EMT അടയ്ക്കണം, സെക്യൂരിറ്റി വെക്കണം. 1 കോടി രൂപയുടെ ഒരു വർക്ക് സെക്യൂരിറ്റി വെക്കുമ്പോൾ 5 ലക്ഷം രൂപ സെക്യൂരിറ്റി വെക്കണം. ആ പണി തീർന്നു കഴിഞ്ഞാൽ മാത്രമേ, അതിന് ലൈബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ മാത്രമേ ആ എമൗണ്ട് മടക്കി തരികയുള്ളൂ. പക്ഷേ ഈ സൊസൈറ്റികളാണെങ്കിൽ 1 രൂപ പോലും അവിടെ സെക്യൂരിറ്റി വെക്കണ്ട, അവർക്കെല്ലാ ആനുകൂല്യങ്ങളുമുണ്ട്. അതിലുപരി കരാറുകാരൻ ഒരു വർക്ക് എഴുതുമ്പോൾ എസ്റ്റിമേറ്റ് റേറ്റ് എഴുതിയാൽ സൊസൈറ്റി 10% എബോവ് റേറ്റ് കോട്ട് ചെയ്താൽ സൊസൈറ്റിക്കാണ് വർക്ക് കൊടുക്കുന്നത്. 10% റേറ്റിൻ്റെ വ്യത്യാസം ഈ സൊസൈറ്റികൾക്കുണ്ട്. ഈ സൊസൈറ്റികളാണെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ, ഈ സൊസൈറ്റികൾ ഇന്ന് ഒരുപാട് സൊസൈറ്റികൾ മുള പോലെ പൊങ്ങി വന്നിരിക്കുകയാണ്. ഈ സൊസൈറ്റികൾക്ക് EMT വേണ്ട, സെക്യൂരിറ്റി വേണ്ട, മറ്റ് എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്ന ഒരു സംവിധാനത്തിലാണ് ഈ സൊസൈറ്റികൾ പ്രവർത്തിക്കുന്നത്. ഈ 10% റേറ്റ് പോലും അവർക്കുണ്ട്. അതുപോലെ വർക്ക് തുടങ്ങുമ്പോൾ അവർക്ക് മുൻകൂറായി പൈസ കൊടുക്കുന്നൊരു സംവിധാനം പോലും ഈ സൊസൈറ്റികൾക്കുണ്ട്. ഊരാളുങ്കലിന് വർക്ക് കൊടുക്കുമ്പോൾ 20% വരെ അവർക്ക് മുൻകൂറായി അഡ്വാൻസ് നൽകുകയാണ്. കരാറുകാരൻ പണിയെടുത്താൽ അവൻ ബില്ല് പേയ്മെൻ്റ് ആവണമെങ്കിൽ കരാറ് കഴിഞ്ഞ് വീണ്ടും 1 വർഷത്തോളം നീണ്ടു നിന്നാൽ മാത്രമേ അവൻ്റെ ബില്ല് പാസ്സാവുകയുള്ളൂ. അത് കഴിഞ്ഞ ശേഷമാണ് നമുക്ക് ആ പേയ്മെൻറ്റ് കിട്ടുന്നത്. പക്ഷേ ഈ സൊസൈറ്റികൾക്ക് ഈ ഒരു വ്യത്യാസമില്ല, അവർക്ക് എല്ലാ മേഖലയിലും ആനുകൂല്യങ്ങളുണ്ട്. അതുകൊണ്ട് ഈ സൊസൈറ്റികളെ നിയന്ത്രിക്കണമെന്ന് ഈ പുതിയ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാൻ വേണ്ടിയാണ് കേരളത്തിലെ 100 കണക്കിന് കരാറുകാർ ഈ 14 ജില്ലകളിൽ നിന്ന് ഈ തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് തിരുവനന്തപുരത്ത് വരികയാണ്. സെക്രട്ടറി നമ്മൾ
പാളയത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിക്കുന്ന മാർച്ച് സെക്രട്ടേറിയറ്റ് മുന്നിലാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. അവിടെ ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്നത് ഭരണകക്ഷി MLA കൂടിയായ ശ്രീ കോവളം MLA ശ്രീ വിൻസെന്റ് ആണ്. അതുകൊണ്ട് ഭരണകക്ഷിയിൽപ്പെട്ട ഒരു MLA കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഉദ്ഘാടനം ചെയ്യിക്കുന്നത്. ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്നത് ശ്രീ മോൻസ് ജോസഫ് ആയിരുന്നു. അദ്ദേഹം മന്ത്രി ആയതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഒരു മാറ്റം വരേണ്ടതുള്ളതുകൊണ്ട് പുതിയ പ്രസിഡന്റ് ആയിട്ടില്ല. മന്ത്രി ആയപ്പോൾ അദ്ദേഹം ഇതിൽ നിന്ന് റിസൈൻ ചെയ്തു. പുതിയൊരു MLA നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ വിൻസെന്റ് MLA ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സൊസൈറ്റി എന്ന് പറയുന്നത് കേരളത്തിലെ കരാർ മേഖലയെ മാത്രമല്ല, സർക്കാരിൻ്റെ തന്നെ സാമ്പത്തികം ഊറ്റിക്കുടിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ സൊസൈറ്റികളിലൂടെ ഇന്ന് നടന്നു വരുന്നത്. ആ സൊസൈറ്റികളെ നിയന്ത്രിക്കേണ്ടതുണ്ട്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ നിയമസഭാ സ്പീക്കർ നിയമസഭയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വർക്കുകളിൽ നിന്നും ഊരാളുങ്കൽ സൊസൈറ്റി ഒഴിവാക്കിയിരിക്കുകയാണ്. അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞു, ഊരാളുങ്കലിന്റെ ഒരു പണി പോലും ഇനി നിയമസഭയുമായി ബന്ധപ്പെട്ട് കൊടുക്കില്ല. കാരണം അത് ഒരു കൊള്ളയടി സംഘമാണെന്ന് ഞങ്ങൾക്കറിയാം, അത് ബോധ്യപ്പെട്ടു എന്നാണ് സ്പീക്കർ പറഞ്ഞത്. അപ്പൊ അതാണ് ഇവിടെ സത്യം. ഇത് നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരുൾപ്പെടെ എല്ലാവർക്കും അറിയാം, ഈ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് മാത്രം ഈ വർക്ക് കൊടുക്കുന്ന സംവിധാനം നല്ലതല്ല. 5 വർഷം ചെയ്താൽ തീരാത്ത വർക്ക് അവരുടെ മേൽ ഭാരമായി ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് കേരളത്തിലെ കരാറുകാരെ ഒന്നടങ്കം ദ്രോഹിക്കുന്ന, കരാറുകാരെ പട്ടിണിയിലാക്കുന്ന, അവരെ ആത്മഹത്യയുടെ എത്തിച്ചു നിർത്തിയിരിക്കുന്ന ഒരു സംവിധാനമാണ് ഇന്ന് നിലവിലുള്ളത്. അതിലൊരു മാറ്റം വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് കേരളത്തിലെ കരാറുകാർ ഈ വരുന്ന തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് ഒത്തുചേരുന്നത്. ആ ധർണയാണ് ഇവിടെ സെക്രട്ടേറിയറ്റ് നടയിൽ നടക്കുന്നത്. അതൊന്ന് വിശദീകരിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ ഇതിൽ വന്നത്. ആർക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞങ്ങൾ പറഞ്ഞു തരാം. മന്ത്രി കണ്ടു, പേപ്പർ കൊടുത്തു. നല്ല അഭിപ്രായം എന്ന് പറഞ്ഞില്ല, വർക്ക് ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ ഭരണത്തിൽ വരുന്നതിന് മുമ്പ് എല്ലാവരും എതിരായിരുന്നു. ഭരണത്തിൽ വന്നു കഴിയുമ്പോൾ ഉണ്ടാണെന്നറിയില്ല. നല്ല അഭിപ്രായം എന്ന് പറഞ്ഞില്ല. അവർ വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളതേ പറഞ്ഞുള്ളൂ. ഇന്ന് പല വർക്കുകളും മുടങ്ങി അവർക്ക് താങ്ങാൻ പറ്റുന്നതിലധികം വർക്കുകളാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവർ മാത്രമല്ല, ഇടത്തരം സൊസൈറ്റികൾ ഇപ്പൊ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സൊസൈറ്റികളിലൂടെ ഒരു ലൈസൻസ് ഉണ്ടാക്കിയാൽ അവർ EMT വേണ്ട, സെക്യൂരിറ്റി വേണ്ട, ഒരു ഇതും വേണ്ട, അവർക്ക് ഏത് വർക്കും എടുക്കാം. 10% നമ്മൾ കോട്ട് ചെയ്യുന്നതിനേക്കാൾ അവർക്ക് ബെനിഫിറ്റും ഉണ്ട്. നമ്മൾ എസ്റ്റിമേറ്റ് എഴുതിയാൽ അവർക്ക് 10% എബോവ് എഴുതാം. വർക്ക് അവർക്കാണ്. അപ്പൊ ആ ഒരു സർക്കാരിന് വരുത്തുന്ന ഈ ഒരു നഷ്ടം ഒഴിവാക്കണമെന്നാണ് നമ്മുടെ അഭിപ്രായം. ഇതിന്ന് പലരും ഈ ഊരാളുങ്കൽ പോലെ ഇന്ന് വർക്ക് എടുത്തിട്ട് പല വെളിയിലെ കോൺട്രാക്ടർമാർക്ക് സബ് കൊടുക്കുകയാണ്. അവരല്ല ചെയ്യുന്നത്. ഇത് ലേബർ കോൺട്രാക്ടർ സൊസൈറ്റി എന്ന് പറയുമ്പോൾ ആ ലേബർ ഇതിൽ പണിയെടുക്കുന്നവരെല്ലാം ഈ സൊസൈറ്റിയുമായി അലയൻസ് ചെയ്തവരാണ്. ഇന്ന് അങ്ങനെയുള്ള സംവിധാനം ഇല്ല. ഇതെല്ലാം വേറെ. ഇപ്പൊ എനിക്കും എടുക്കാം, ഊരാളുങ്ങളുടെ ഞാൻ എടുക്കണം, എടുത്താൽ എനിക്ക് കുറച്ച് ഇത് തരും, അവർക്ക് പൈസ കിട്ടും. അപ്പൊ ആ സംവിധാനം മറ്റു സൊസൈറ്റിയിലും അതുപോലെയാണ്. വർക്ക് എടുക്കും, അവർ മറിച്ച് വിൽക്കും. വിൽപ്പനയ്ക്കായി ഇപ്പോൾ ആ സംവിധാനം ഉപയോഗിക്കുന്നു. അത് നിർത്തലാക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. അത് ഈ ഗവൺമെന്റിന്റെ മുമ്പ് ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളത് ശ്രദ്ധയിൽ വരുത്തിയിട്ടുണ്ട്. അത് കേരളത്തിലെ കരാറുകാർ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വരണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സംവിധാനം ഇന്ന് ഈ ധർണയായിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത്. കോടതിയിൽ പോയാൽ പോലും നമ്മുടെ ഭാഗത്ത് നിൽക്കുന്നില്ല. അതിന് ഇന്നത്തെ കോടതിയെക്കുറിച്ച് നമുക്കറിയാമല്ലോ. വൻകിട ആൾക്കാർ വിചാരിക്കുന്ന പല കാര്യങ്ങളും കോടതിയിലൂടെയും നേടിയെടുക്കാം. ആ ഒരു സംവിധാനം നിലനിൽക്കുന്നുണ്ട്. ഞങ്ങൾ കോടതിയിൽ പോയി, അവിടെ നിന്ന് നമുക്ക് അനുകൂലമായ മറുപടി കിട്ടിയില്ല. പക്ഷെ ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മൊത്തം ഇതല്ലേ. ഒരു ഗവൺമെന്റ് തന്നെ ഒരു മാനദണ്ഡമില്ലാതെ ഒരു വർക്ക് ഇത് ചെയ്തിട്ട് അത് ഊരാളുങ്കൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇന്ന സൊസൈറ്റി ചെയ്താൽ മതി, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കമ്പനി ചെയ്താൽ മതി എന്ന് തീരുമാനിച്ച് കൊടുക്കുകയാണ്. ആ സംവിധാനം നിർത്തലാക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് സമ്മർദ്ദമാണ്. പുതിയ സർക്കാരിന് മേൽ ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നു. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിനാണ് ഈ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇതുപോലൊരു പ്രതീക്ഷ തെറ്റരുതെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തെറ്റി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയുന്നില്ല, തെറ്റരുത്. അതിനുള്ള ഒരു ചൂണ്ടുപലകയാണ് ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. UDF സർക്കാരിന്റെ കണ്ണ് തുറക്കാൻ വേണ്ടിയാണ്. VD സതീശൻ മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അല്ല, അത് ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ സമ്മതിക്കുന്നുണ്ട്. അത് എൻക്വയറി നടത്തണം.
കാര്യങ്ങൾ സുഗമമായി നടക്കണം, ഇതിനെ നിയന്ത്രിക്കണം. സൊസൈറ്റികൾ ഇങ്ങനെ മുള പോലെ പൊങ്ങി വരുന്ന സൊസൈറ്റികൾക്ക് തുടർന്നും അവർക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും കൊടുത്ത് കരാർ മേഖലയെ നശിപ്പിക്കരുത്. ഇതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. ഇന്ന് കരാർ മേഖല നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് ആത്മഹത്യ വക്കിൽ നിൽക്കുന്നു, സാമ്പത്തികം ഇല്ല. ഇപ്പം പഴയ ഗവൺമെന്റ് സമയത്ത് ഒരു അസോസിയേഷന്റെ പേരിൽ ചെന്ന് ഒരു അഭിപ്രായം പറയാൻ പോലും ഞങ്ങൾക്ക് സാധിക്കുമില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴും നമുക്ക് അതിന് സാധിക്കുന്നുണ്ട്. നമ്മൾ അഭിപ്രായം പറയുന്നുണ്ട്. ചെന്ന് മന്ത്രിമാരെ കണ്ടു, PWD മന്ത്രിയെ കണ്ടു, മുഖ്യമന്ത്രിയെ കണ്ടു, അതുപോലെ മന്ത്രിമാരെയൊക്കെ കണ്ട് നമ്മൾ ഈ അഭിപ്രായങ്ങളെല്ലാം വെക്കുന്നുണ്ട്. പക്ഷെ അവരുടെ മനസ്സിൽ ഇത് ഉണരണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ ധർണയുമായും അത് നിരന്തരം ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തുവാനും വേണ്ടിയാണ് ഈ വന്നത്. അതിന് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഹെൽപ്പ് കൂടി ഞങ്ങൾക്ക് ഉണ്ടാവണം. പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഒക്കെ ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയുമ്പോഴാണല്ലോ ജനങ്ങളുമായി ഇതിനെ താരതമ്യം ചെയ്യുന്നത്. അങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ നമുക്കത് അതിലൂടെ നിരവധി ഗുണങ്ങൾ ഉണ്ടാകും. ഇന്ന് നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം വന്നിട്ടുണ്ട്. മുമ്പ് നമുക്കിത് പറയാൻ പറ്റില്ല, വേദിയില്ല. ചെന്ന് കണ്ടാൽ പോലും നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ പോലും അതിനെ മാനിക്കുന്നില്ല. പക്ഷെ ഇന്ന് മാനിക്കപ്പെടണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഈ പത്രസമ്മേളനം ഉൾപ്പെടെ ധർണ വളരെ ഗംഭീരമായി 10,500 കരാറുകാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇവിടെ വരുന്നുണ്ട്, തിരുവനന്തപുരത്ത് വരും. അവർ വന്ന് നമ്മളൊരു വലിയൊരു മാർച്ചായിട്ട് തന്നെയാണ് ഇത് സംഘടിപ്പിക്കുന്നത്.